ആദ്യമായി ഞാൻ ഈശോയ്ക്കും അമ്മ മാതാവിനും നന്ദി പറയുന്നു. എൻ്റെ സ്ഥലം കൊല്ലം. എൻ്റെ പേര് ദീപ. ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വന്നതിൻ്റെ കാരണം എനിക്ക് 8 വർഷം കൊണ്ട് ഞാൻ ഒരിടത്ത് ജോലിക്ക് പോയിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് എൻ്റെ ജോലി പോയി. എൻ്റെ മോൾക്ക് കല്യാണം. ആ സമയത്ത് കല്യാണത്തിന് 4 മാസമേ ഉള്ളായിരുന്നു. എൻ്റെ മോൾക്ക് സാമ്പത്തികമായിട്ട് എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടും പൈസ തരാമെന്ന് പറഞ്ഞവരെല്ലാം സമയമായപ്പോൾ മാറുകയും ചെയ്തു. അങ്ങനെ എൻ്റെ അടുത്തൊരു കൂട്ടുകാരി 2-3 വർഷത്തിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കൃപാസന അമ്മയുടെ അടുത്ത് വരണമെന്ന്. ആ സമയങ്ങളിലൊന്നും എനിക്ക് ജോലി കാരണം വരാൻ പറ്റിയില്ലായിരുന്നു. അന്ന് എൻ്റെ മോളും ഞാനും ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഞാൻ ആദ്യത്തെ നിയോഗം വെച്ചത് എൻ്റെ മോളുടെ കല്യാണത്തിന് ആവശ്യമായ കാശിൻ്റെ കാര്യമായിരുന്നു. അവളെ കല്യാണ സമയം 4 മാസം ആ സമയം ആയപ്പോഴത്തേക്ക് എനിക്ക് എല്ലാവരും പൈസ തരാൻ തുടങ്ങി. എനിക്ക് ഒരു ചേച്ചി ഒരു മാല കൊണ്ട് തന്ന് ഒരു 2 ആഴ്ചത്തേക്ക് പണയം വെച്ച് മോളുടെ കല്യാണ ആവശ്യത്തിനുള്ള പൈസ എടുത്തോളാൻ പറഞ്ഞ് അങ്ങനെ കല്യാണം നല്ലപോലെ ഞാൻ വിചാരിച്ച കാര്യം നല്ലപോലെ എൻ്റെ അമ്മ മാതാവ് നല്ലപോലെ നടത്തിച്ചു തന്നു. പിന്നെ ഞാൻ വിചാരിച്ച കാര്യം നല്ല കണക്ക് എൻ്റെ മോൾക്ക് എല്ലാം ചെയ്തു കൊടുക്കാനും അവരുടെ കല്യാണം നല്ലപോലെ നടത്തിക്കുവാനും എൻ്റെ അമ്മ എൻ്റെ കൂടെ നിന്ന് എനിക്ക് സഹായിച്ചു തന്നു. തിരിച്ച് ഞാൻ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അവരുടെ സ്വർണ്ണങ്ങളും എനിക്ക് സഹായിച്ച അവരുടെ പൈസകളെല്ലാം തിരിച്ചു കൊടുക്കാൻ പറ്റി. പിന്നെ അത് കഴിഞ്ഞപ്പോഴും എനിക്ക് ജോലി ഒന്നും ആയില്ല. ഞാൻ ജോലിയില്ലാതെ വിഷമിച്ചിരുന്ന സമയത്ത് എൻ്റെ അടുത്ത് ഒരു ചേച്ചി വന്ന് ചോദിച്ചു, ഒരു അമ്മൂമ്മയെ ഒന്ന് നോക്കാൻ പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ പോവാമെന്ന് പറഞ്ഞ്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് 1 മാസത്തേക്ക് പോയാൽ മതിയെന്ന് പറഞ്ഞു. അവിടെ ഞാൻ ചെന്നപ്പോൾ അമ്മൂമ്മയ്ക്ക് തീരെ സുഖമില്ലാത്ത അവസ്ഥയിലായിരുന്നു അമ്മൂമ്മയെ ഞാൻ കണ്ടത്. ഞാൻ ആദ്യത്തെ ദിവസം അമ്മൂമ്മയെ കണ്ടപ്പം പോകുന്നില്ല എന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ അമ്മയുടെ അടുത്ത് പ്രാർത്ഥിച്ചു, അമ്മൂമ്മയെ നോക്കാനുള്ള മനസ്സ് എനിക്ക് തരണേന്ന് പ്രാർത്ഥിച്ചു. ഞാൻ അമ്മൂമ്മയെ നോക്കാൻ വേണ്ടി നിന്നു. പിറ്റേ ദിവസം മുതൽ അമ്മൂമ്മയ്ക്ക് ദേഹം മൊത്തവും വേദനയും, അമ്മൂമ്മയുടെ മക്കളാരും അമ്മൂമ്മയെ നോക്കാനും അടുത്ത് വരത്തേ ഒന്നുമില്ലായിരുന്നു. ഞാനിവിടുത്തെ ഉപ്പും തൈലവും കൊണ്ടുവന്ന് അമ്മൂമ്മയ്ക്ക് വെള്ളത്തിൽ കലക്കി കൊടുക്കുകയും ദേഹത്തെല്ലാം തേക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അമ്മൂമ്മ എൻ്റെ അടുത്ത് മാത്രം സംസാരിക്കാൻ തുടങ്ങി. കിടപ്പിലായിരുന്ന അമ്മൂമ്മ പയ്യെ എഴുന്നേറ്റ് നടക്കുകയും എന്നെ പിടിച്ചിരിക്കുകയും എൻ്റെ അടുത്ത് കാര്യങ്ങൾ പറയുകയും പിന്നെ അവരെ മക്കളൊന്നും വൃത്തിയില്ല പറഞ്ഞ് ആ റൂമിനകത്ത് വരത്തില്ലായിരുന്നു. പിന്നെ അമ്മൂമ്മയുടെ റൂമിനകത്ത് മക്കളെല്ലാം വന്ന് അമ്മൂമ്മ ഇങ്ങനെ നടക്കുന്നതെന്നും പറഞ്ഞ് അവർക്ക് ഭയങ്കര അതിശയമായിരുന്നു. പിന്നെ എല്ലാ കാര്യങ്ങളും അമ്മൂമ്മ പറഞ്ഞ് എൻ്റെ അടുത്ത് 1 മാസത്തേക്ക് വന്നാൽ മതി, 1 മാസം വരെ അമ്മൂമ്മ കാണത്തുള്ളൂ, അമ്മൂമ്മ 1 മാസം ആകുമ്പോൾ മരിക്കുമെന്നായിരുന്നു പറഞ്ഞത്. ഞാൻ എന്നും അമ്മൂമ്മയ്ക്ക് ഞാൻ മാതാവിൻ്റെ അടുത്ത് വെച്ച് ഉള്ള ഉപ്പും തൈലവും കൊണ്ടുപോയി കൊടുക്കുകയും വെള്ളത്തിൽ കലക്കി കൊടുക്കുകയും ഞാൻ എന്നും രാവിലെ അമ്മൂമ്മയെ തുടയ്ക്ക് മുമ്പ് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്ത് അങ്ങനെ അമ്മൂമ്മ 6 മാസം വരെ ജീവിച്ചിരുന്നു. ഡിസംബർ ആയപ്പോഴത്തേക്ക് അമ്മൂമ്മ മരിച്ച്. അപ്പം ഞാൻ അമ്മയുടെ അടുത്ത് പ്രാർത്ഥിച്ച്, ഇനി ഞാൻ ഒരിടത്തും ജോലിക്ക് പോകത്തില്ല, എനിക്ക് ഭയങ്കര കടവാണ്. ഞാൻ വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ കടക്കാരും എന്നെ എന്തെങ്കിലുമൊക്കെ പറയും, എനിക്കതും വിഷമമാണ്. ഞാൻ മരിക്കേണ്ട അവസ്ഥയാണ്. എനിക്ക് എന്തേലും സ്വന്തമായിട്ടൊരു ഉപജീവന മാർഗം തുടങ്ങാൻ ഒരു വഴി കാണിച്ചതാ. ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്ക് തുടങ്ങാനായിട്ടുള്ളൊരു നിവർത്തിയുമില്ല. എൻ്റെ മാതാവേ, എൻ്റെ കയ്യിൽ നിന്ന് 1 രൂപ പോലും ആവാത്ത രീതിയിൽ എൻ്റെ അമ്മ എന്നെ എങ്ങനെയും സഹായിക്കണം, എനിക്കൊരു ഉപജീവന മാർഗം തുടങ്ങണമെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു. എൻ്റെ അമ്മയെ ആ ഡിസംബറിൽ ഞാൻ വീണ്ടും ഇവിടെ പ്രാർത്ഥിക്കാൻ വന്നു. അമ്മയടുത്ത് ഞാൻ പറഞ്ഞു, അമ്മ പ്രത്യക്ഷപ്പെട്ട ദിവസം ഡിസംബർ 7-ാം തീയതിയല്ലേ, എനിക്ക് അതിന് മുമ്പായിട്ട് അമ്മ തരുവാണെങ്കിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങാനായിട്ട് എൻ്റെ അമ്മ ഇടപെട്ടിച്ച് തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഞാൻ ഉപ്പും തൈലവും എന്നും തേച്ച് ഞാൻ രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥിക്കുമായിരുന്നു. ഡിസംബർ 5-ാം തീയതി ആയപ്പോൾ എനിക്ക് സ്വന്തമായിട്ടൊരു സംരംഭം ഞാൻ താമസിക്കുന്ന വീട്ടിൽ തന്നെ തുടങ്ങുവാൻ ഇടവരുത്തി തന്ന മാതാവ്. ആദ്യം ഞാൻ അതിലൊരു വീട്ടിലൂണായിരുന്നു ഞാൻ നടത്തിയിരുന്നത്. ആദ്യം ഞാൻ 10 പേർക്ക് ചെയ്തു, പിന്നെ അത് 15 പേർക്കായി. പിന്നെ അത് അഭിപ്രായം അറിഞ്ഞ് എൻ്റെ അഭിപ്രായം നല്ലപോലെ അറിഞ്ഞ് എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ആൾക്കാർ വന്ന് മേടിച്ചുകൊണ്ട് പോകും. ഇപ്പം ഞാൻ അന്ന് എനിക്കൊരാളായിരുന്നു എൻ്റെ കൂടെ സഹായത്തിന് നടത്തിയിരുന്നത്. ഇപ്പം എനിക്ക് 3 പേരുണ്ട്. എനിക്ക് വെളിയിലുള്ള ഓർഡറെല്ലാം വന്നു തുടങ്ങി. ഇപ്പം ഞാൻ അല്ലാതെ തന്നെ എൻ്റെ വീട്ടിലിരുത്തിയും ആൾക്കാർ കൊടുക്കുന്നുണ്ട്. 50 ഊണ് വരെ എനിക്ക് ആക്കി തന്നു. എല്ലാവരും നല്ല അഭിപ്രായങ്ങൾ പറയുമ്പോഴത്തേക്കൊന്നും ഞാൻ അപ്പോഴെല്ലാം ആലോചിക്കും, എനിക്കിതിലൊന്നും എനിക്ക് അങ്ങനെ ഒരു ചെയ്യാനായിട്ടുള്ളൊരു കഴിവില്ല. ഞാൻ 18 വർഷം കൊണ്ട് വേറെ സ്ഥലങ്ങളിലെല്ലാം ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന എനിക്കിതൊന്നും ചെയ്യാനുള്ളൊരു കഴിവില്ല. ഇതെല്ലാം നല്ല അഭിപ്രായങ്ങൾ തരുന്നതിനെല്ലാം അത് അമ്മയാണ്. അതൊക്കെ ഉള്ളത്, ആ അഭിപ്രായങ്ങളെല്ലാം അമ്മയ്ക്കുള്ളതാണ്. എനിക്കിതിലൊന്നും ഒരിതുമില്ല. ഞാൻ നിന്ന് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ കൂടെ ഞാൻ പ്രാർത്ഥിക്കും. എൻ്റെ കൂടെ മാതാവിനെ പ്രാർത്ഥിക്കുന്ന സ്റ്റാഫുകൾ എനിക്ക് വരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കും. അതേ കണക്ക് തന്നെ എനിക്ക് അങ്ങനെയുള്ള സ്റ്റാഫുകൾ വന്ന് അവർ രാവിലെ വരും, അവർ മെഴുകുതിരി എത്തിക്കും, പ്രാർത്ഥിക്കും. അവരെ രീതിയിലുള്ള എല്ലാം അവർ ചെയ്തു തുടങ്ങും. എൻ്റെ കൂടെ അവർ സന്തോഷമായിട്ട് നിൽക്കുന്നുണ്ട്.
വലിയതല്ലേലും ചെറിയ രീതിയിൽ അവർക്ക് ശമ്പളം കൊടുത്ത് പോകാനായിട്ട് എൻ്റെ അമ്മ ഇടവരുത്തിച്ച് തന്ന് അത്രയൊക്കെ എൻ്റെ അമ്മ എനിക്കെല്ലാം ചെയ്തു തന്നു. ഓരോരുത്തരും എനിക്ക് ഓരോ അഭിപ്രായങ്ങളും പറയുമ്പോഴത്തേക്കും ഞാൻ അപ്പോഴെല്ലാം പറയും ഇതൊന്നും എൻ്റെ ഇതൊന്നും അല്ല, ഇതെല്ലാം എൻ്റെ മാതാവിൻ്റെ കഴിവാണ്. എൻ്റെ മാതാവിൻ്റെ ഉപ്പ് കൊണ്ട് ഞാൻ എല്ലായിടവും തൂത്തുവാരി കുടഞ്ഞ് എല്ലാവരും നല്ലപോലെ ഞാൻ വൃത്തിയായി തുടയ്ക്കും. ഇതൊക്കെയാണ് എനിക്ക് എൻ്റെ അമ്മ ചെയ്തു തന്ന നന്ദി. എനിക്കൊരു ജോലി തന്ന് എൻ്റെ കൂടെ ഞാൻ വേറൊരു ജോലി ചെയ്തുകൊണ്ടിരുന്ന ഇപ്പം ഞാൻ 3 പേർക്ക് കൂടി എൻ്റെ കൂടെ നിർത്തി അവർക്കും ജോലി കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ആദ്യമായിട്ട് കച്ചവടം ചെയ്ത് കിട്ടുന്ന പൈസ ഞാനായാലും എൻ്റെ കൂടെ നിൽക്കുന്നവരായാലും അത് മേടിച്ച് അവരാദ്യം മാറ്റി വയ്ക്കും. ആ മാറ്റി വെച്ച് എനിക്ക് എത്ര വിഷമം വന്നു കഴിഞ്ഞാലും ഞാനതെടുക്കത്തില്ല. ആരെങ്കിലും എൻ്റെ അടുത്ത് വന്ന് കടം ചോദിക്കുമ്പോഴത്തേക്കും ഞാൻ അവർക്ക് കൊടുക്കുകയും പിന്നെ അല്ലാതെ അനാഥ മന്ദിരത്തിൽ നിന്നും ഒക്കെ ആൾക്കാർ വരുമ്പോൾ ആദ്യമൊന്നും അവരൊക്കെ വരുമ്പോൾ എനിക്ക് ഒരു പോലും കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഞാൻ വിഷമിച്ച് കരഞ്ഞിട്ടുണ്ട്, കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള. ഇപ്പം എനിക്ക് സന്തോഷമായിട്ട് അവർ വരുമ്പം കൊടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ മാസത്തിലൊരിക്കൽ ഞങ്ങളവിടെ ഞായറാഴ്ച തോറും എനിക്ക് ഈ ഊണില്ല. അപ്പം ഒരാളിന് 10 ഊണ് പറയും അവർ ആശുപത്രികളിൽ കൊണ്ടു കൊടുക്കാൻ. അതിൻ്റെ കൂട്ടത്തിൽ ഞാനും കൂടെ 5 ഊണ് കൊടുത്ത് അവരെ കൂടെ കൊണ്ടു കൊടുക്കാൻ പറയും. പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെന്ന് പറയുന്നത് പത്രം മേടിച്ച് ഞാനിപ്പം വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് രാത്രിയാവും. പിറ്റേ ദിവസം രാവിലെ തന്നെ ഞാൻ പള്ളികളിൽ ആദ്യം കൊടുക്കുമായിരുന്നു. പിന്നെ ഇപ്പം ഞാൻ പള്ളികളിൽ കൊടുക്കത്തില്ല, ഞാൻ ആശുപത്രികളിലും കടകളിലും ഓട്ടോ സ്റ്റാൻഡുകളിലും കൊണ്ടു കൊടുക്കും. പിന്നെ തൈലവും ഉപ്പും എൻ്റെ വീട്ടിൽ എൻ്റെ മോനോ മോക്കോ ഞങ്ങൾക്ക് എന്ത് അസുഖം വന്നു കഴിഞ്ഞാലും ഞാനത് പുരട്ടി പ്രാർത്ഥിക്കും. ഞങ്ങൾക്ക് അതേ കണക്ക് ആ അസുഖങ്ങൾ മാറി. എൻ്റെ വലത്തെ കാലുമുട്ട് എനിക്ക് ഇരിക്കാൻ വയ്യാത്ത വേദനയായിരുന്നു, മുട്ടുകുത്തിരിക്കാൻ പറ്റത്തില്ല. എൻ്റെ മാതാവിൻ്റെ തൈലം ഞാൻ എന്നും പ്രാർത്ഥിച്ചിട്ട് അത് കാലിൽ തേക്കുമായിരുന്നു. എൻ്റെ കാലിനിപ്പോൾ എനിക്കൊരു കുഴപ്പം ഒരു വേദനയോ ഒന്നുമില്ല. എനിക്ക് സാമ്പത്തികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടും കടത്തിലും ഞാൻ എങ്ങനെ മുമ്പിൽ വിട്ട് പോകും, ഞാൻ മരിക്കണം എന്നുള്ള ഒറ്റ അവസ്ഥയിൽ ഞാൻ നിൽക്കുമ്പോഴത്തേക്കാണ് ഞാൻ അമ്മയുടെ അടുത്ത് വന്നത്. അമ്മ എൻ്റെ ഒരുവിധം കടങ്ങളെല്ലാം എനിക്ക് മാറ്റി തന്ന് എനിക്കൊരു സംരംഭവും തന്ന് അത് ഉയർത്തിച്ചു കൊണ്ട് പോകുന്നുണ്ട്. ഇത്രയും തന്ന എൻ്റെ അമ്മ മാതാവിന് നന്ദി പറയുന്നു. 1 പത്രോസ് 1:7 അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തേക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം. ദീപ എന്ന ഈ മകളുടെ ഉടമ്പടി ജീവിതാനുഭവ സാക്ഷ്യമാണ് നാം കേട്ടത്. ഈ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത എല്ലാവരും ഉപേക്ഷിച്ച ഒരു അമ്മയെ ഏറ്റവും എളിമയിലും സ്നേഹത്തിലും ശുശ്രൂഷിക്കുവാൻ ഏറെ ക്ലേശകരവും ഒത്തിരി മുശുക്കുമണവുമുള്ള ഒരു മുറിയിൽ ഒരു അമ്മയെ ഏറെ നന്നായി ശുശ്രൂഷിക്കുവാനും വീട്ടുകാരും മറ്റുള്ളവരും പ്രതീക്ഷിക്കാത്തത്ര ആരോഗ്യത്തിലേക്ക് തിരികെ കൊണ്ടുവരുവാനും ഈ മകൾ ഉടമ്പടി എടുത്ത് ഉടമ്പടി നേർച്ചവസ്തുക്കൾ ഉപയോഗിച്ച് അമ്മ മാതാവിൻ്റെ സംരക്ഷണം തേടിക്കൊണ്ട് ത്യാഗത്തോടെ നടത്തിയ ശുശ്രൂഷയാണ് ഈ ജീവിതത്തിന് അനുഗ്രഹത്തിന് ആധാരമായതെന്ന് സാക്ഷ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 1 മാസത്തിനുള്ളിൽ മരിക്കുമെന്ന് പറഞ്ഞ് ഒരു വീട്ടിലേക്ക് അവസാന ദിവസങ്ങളിൽ എന്തെങ്കിലും ഒന്ന് കാട്ടിക്കൂട്ടാൻ വേണ്ടി ഒരാളെ പറഞ്ഞയക്കുകയും മക്കൾ പോലും മുറിയിലേക്ക് കയറാതെ ഉപേക്ഷിച്ചിട്ട ഒരു വാർദ്ധക്യത്തിലെത്തിയ അമ്മയ്ക്ക് വേണ്ടി മുഴുവൻ സമയവും അമ്മ മാതാവിൻ്റെ സംരക്ഷണയിൽ നേർച്ചവസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുകയും സ്നേഹിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്തത് എത്ര കണ്ട് ജീവിതത്തിൽ അനുഗ്രഹമായി തീർന്നുവെന്ന് ഈ മകൾ ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. നമ്മൾ ചെയ്യുന്ന ഓരോ ചെറിയ പ്രവൃത്തിക്കും ദൈവം പ്രതിഫലം നൽകി നമ്മളെ അനുഗ്രഹിക്കും. നീ നൽകുന്ന ഒരു പാത്രം വെള്ളത്തിന് പോലും സ്വർഗത്തിൽ നിനക്ക് പ്രതിഫലമുണ്ട് എന്ന് കർത്താവ് വചനത്തിലൂടെ നമ്മോട് പറയുമ്പോൾ മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടിയുള്ള പ്രവൃത്തികളല്ല, നീയും നിൻ്റെ സ്വർഗസ്ഥനായ പിതാവും കണ്ടുമുട്ടുന്ന നിമിഷങ്ങളിൽ ദൈവത്തിന് നിന്നെ അനുഗ്രഹിക്കുവാനുള്ള പ്രവൃത്തികൾ എത്രത്തോളം ഓരോ ദിനവും ഓരോ നിമിഷവും ഓരോ അവസരത്തിലും നമ്മൾ ചെയ്യുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. മകൾക്ക് ആ ചെയ്ത പ്രവൃത്തികളാണ് പിന്നീട് ഓരോ കാര്യത്തിനും അനുഗ്രഹമായി തീരുന്നത്. ആ വിവാഹത്തിന് വേണ്ടി വാങ്ങിയ കടം മേടിച്ച പണം മുഴുവനും ചുരുക്ക നാളുകൾ കൊണ്ട് വീട്ടിൽ തിരക്കുവാനും അവൾക്ക് സാധിക്കുന്നുണ്ട്. പലയിടങ്ങളിൽ തൊഴിൽ തേടി നടന്ന മകൾ ഈ അമ്മയുടെ മരണസമയത്ത് മാതാവിനോട് പ്രാർത്ഥിക്കുന്നത്, ഇനി ഒരിടത്തേക്കും പോകാതെ മുടക്കുവാൻ എൻ്റെ കയ്യിൽ പണമൊന്നുമില്ല, അമ്മ എന്നെ സഹായിച്ച് എനിക്കൊരു വരുമാനത്തിൻ്റെ പദ്ധതി ഒരുക്കി തരണമെന്നാണ്. വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ ആ വീട്ടുകാർ കേൾക്കുമ്പോൾ തന്നെ സന്തോഷത്തോടെ മകളെ അനുവാദം കൊടുത്തുകൊണ്ട് വീട്ടിലൂണ് തുടങ്ങുവാനും ആദ്യം 1 കിലോ പിന്നീട് 3 കിലോ
5 കിലോ 12 കിലോ അരി, അങ്ങനെ ഓരോ ആഴ്ച കഴിയും തോറും ആ ഒരു സംരംഭം കൂട്ടിക്കൊണ്ടു വരുവാനും അനേകർക്ക് അന്യമൂട്ടുവാനും നല്ല അഭിപ്രായം കേൾക്കുവാനും അത് ഓർഡർ വന്ന് മറ്റനേകർക്ക് വേണ്ടി ഭക്ഷണം തയ്യാറാക്കും വിധം ആ സംരംഭത്തെ വളർത്തുവാനും മറ്റു 3 പേർക്ക് കൂടി മകളിലൂടെ തൊഴിൽ കൊടുക്കുവാൻ പറ്റും വിധം മകളുടെ ജീവിതത്തെ അനുഗ്രഹിച്ചതിനെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. പ്രിയമുള്ളവരെ, നാം ആരും കാണാത്ത ഇടങ്ങളിലും ആരും കാണാത്ത നിമിഷങ്ങളിലും ദൈവത്തോടുള്ള ഒറ്റ വിശ്വസ്തത കൊണ്ട് ജീവിതം നന്നായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ ശ്രദ്ധിക്കുമോ, നമ്മളെ ദൈവം കരം പിടിച്ചുയർത്തും. അവിടുന്ന് നമ്മൾ പരീക്ഷകളെ അതിജീവിക്കുന്ന വിശ്വാസം അത് ഗൗരവമുള്ളതാണ്, മൂല്യമേറിയതാണ്. അതുകൊണ്ട് നമ്മൾ പതറിപ്പോകേണ്ടവരും എങ്ങനെയെങ്കിലും ജീവിച്ചു പോകേണ്ടവരുമല്ല, മറിച്ച് ദൈവത്തിൻ്റെ കരം പിടിച്ച് ജീവിക്കുവാൻ ഉടമ്പടിയിലൂടെ തീരുമാനിച്ചിട്ടുണ്ടോ, നിങ്ങൾ ചെയ്യുന്ന ഏതൊരു ചെറിയ പ്രവൃത്തിക്കും ദൈവം കൂട്ടിവെച്ച് വലിയ അനുഗ്രഹത്തിലേക്ക് നമ്മളെ നയിക്കുന്നത് കാണാനാവും. അതിൻ്റെ സാക്ഷ്യമാണ് ഈ മകൾ പങ്കുവെക്കുന്നത്. അക്രൈസ്തവ മകളാണ്, പ്രാർത്ഥനയ്ക്ക് അല്പം പോലും വിട്ടുവീഴ്ചയില്ല, ദൈവത്തിൽ ശരണപ്പെടുന്നതിന് ഒരല്പം പോലും മടിയില്ല. ദൈവം തരും, അവിടുന്ന് അനുഗ്രഹിക്കും, അവിടുന്ന് വഴി നടത്തും എന്ന നല്ല പ്രത്യാശയിൽ അമ്മയുടെ ഉടമ്പടി ഓരോ തവണയും എടുത്ത് ജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ മകൾക്കത് സമാധാനം കൊടുക്കുന്നു, സമൃദ്ധി കൊടുക്കുന്നു, സന്തോഷം കൊടുക്കുന്നു, ജീവിതത്തിന് അർത്ഥം കൊടുക്കുന്നു. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിൽ നിന്നും പ്രകാശത്തിൻ്റെ പ്രത്യാശയുള്ള ജീവിതത്തിലേക്ക് ഈ മകളെ ഉടമ്പടി ജീവിതം എങ്ങനെ നയിച്ചുവെന്ന് വാക്കുകളിലൂടെ മകൾ പങ്കുവയ്ക്കുകയാണ്. നമ്മുടെ ജീവിതത്തിനും ഈ സന്തോഷവും ഐശ്വര്യവുമുള്ള ജീവിതം അമ്മ മാതാവിലൂടെ ഈശോ നൽകും. പ്രത്യാശയുടെ ഉടമ്പടിയിൽ വിശ്വസ്തയോടുകൂടി ജീവിക്കുവാൻ നമുക്ക് ശ്രദ്ധിക്കാം. ഈ മകൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.